ഹായ് എവരിവൺ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതായത് നമുക്കിനി സൗദിക്ക് ഒരുപാട് നഴ്സസിനും ഡോക്ടേഴ്സിനും ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട്. ഒരുപാട് വേക്കൻസി പറയുന്നുണ്ട്. നഴ്സസിനാണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ നഴ്സസ് ആണ് പറയുന്നത് 50 വേക്കൻസികളും, അതുപോലെ തന്നെ ഡോക്ടേഴ്സിന് 30 വേക്കൻസിയാണ് പറയുന്നത്. ഒരു ഏജൻസി ഇല്ലാണ്ട് നമുക്ക് ഫ്രീ വിസ, ഫ്രീ ടിക്കറ്റ് എല്ലാം നമുക്ക് ഫ്രീ ആണ്. ഫ്രീ അക്കോമഡേഷൻ ഒക്കെ ഫ്രീ ആണ്. കേരള ഗവൺമെൻറ് വഴി പോണ ഒരു പരിപാടിയാണ്. സോ ഇനി ഇത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒന്നും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഇതുപോലത്തെ ഇൻഫർമേഷൻസ്, ലേറ്റസ്റ്റ് ഇൻഫർമേഷൻസ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം സപ്പോർട്ട് ചെയ്യുക. ഹായ് എവരിവൺ, ഇറ്റ്സ് മീ ശ്യാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ്. സോ എന്തായാലും ODPC നടിക്കുക. ഓക്കെ, അതായത് ഗവൺമെൻറ് ഓഫ് കേരളേൻ്റെ ഒരു വെബ്സൈറ്റ് ആണ്. നമ്മൾ ആൾറെഡി ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഓവർസീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോഷൻ കൺസൾട്ടൻറ്റ്. ഓക്കെ, സോ ഗവൺമെൻറ് ഓഫ് കേരള അണ്ടർടേക്കിംഗ്. സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളത് വരാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാവൽ വിസകളുടെ കാര്യങ്ങളും പിന്നെ ഓവർസീസ് റിക്രൂട്ട്മെൻ്റ് ഒക്കെ ധാരാളം നടക്കുന്നുണ്ട്. ഇനി ഇത് അപ്ഡേറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇനി അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. സോ ഏറ്റവും താഴെ നമുക്ക് ഈ ഒരു ഫീച്ചേർഡ് ജോബ്സ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. റിക്രൂട്ട്മെൻറ്റ് ഓഫ് ഫീമെയിൽ നഴ്സസ് ടു മിനിസ്ട്രി ഓഫ് ഹെൽത്ത് സൗദി അറേബ്യ. അതുപോലെ തന്നെ തൊട്ടുപുറത്ത് റിക്രൂട്ട്മെൻറ്റ് ഓഫ് ഡോക്ടേഴ്സ്, അതായത് ഈ ഒരു കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻസ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് ഫിസിഷ്യൻസിനെയാണ് പറയുന്നത് ടു മിനിസ്ട്രി ഓഫ് ഹെൽത്ത് സൗദി അറേബ്യ. ഓക്കെ, സോ ഫുൾ ടൈം ആണ്. നമ്മൾ ഡെഡ് ലൈൻ എന്നാ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു April 25 ഡെഡ് ലൈന്. ഓക്കെ, രണ്ടും നമുക്കിതിന് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം. ഇപ്പോൾ നമുക്ക് ആദ്യം നഴ്സസിൻ്റെ നമുക്ക് നോക്കി നോക്കാം. 25 കേട്ടോ ലാസ്റ്റ് ഡേറ്റ്. അന്നത് ക്ലോസ് ആവുന്നതായിരിക്കും. സോ അതിനു മുമ്പ് നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഇപ്പോൾ നഴ്സസിൻ്റെ നമുക്ക് കാണാൻ പറ്റും 50 വേക്കൻസികളാണ് പറയുന്നത്. എക്സ്പീരിയൻസ് 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടാവണം. സാലറി നമുക്ക് നെഗോസിയേഷൻ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ജെൻഡർ ഫീമെയിൽസിനെയാണ് പറയുന്നത്. നേഴ്സ് അതായത് BSc അല്ലെങ്കിൽ പോസ്റ്റ് BSc അല്ലെങ്കിൽ MSc നഴ്സിംഗ് ഇങ്ങനെയുള്ളവർക്കാണ് ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. 1 ഇയർ എക്സ്പീരിയൻസ് വേണം. ജോബ് ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ച് നോക്കുക. ഓക്കെ, എവിടേക്കാണ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് സൗദി അറേബ്യയ്ക്കാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്പീരിയൻസ്, ഏജ് ലിമിറ്റ് ബിലോ 35 കേട്ടോ, 35 വയസ്സിന് താഴെയുള്ളവർക്കാണ് പറയുന്നത്. ആൾ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് 2 years കോൺട്രാക്റ്റ് ആണ് നമുക്ക് ഉണ്ടാവുക, നമുക്ക് അവിടുത്തെ ജോബ്. ഓക്കെ, ആൾ ഡിപ്പാർട്ട്മെൻറ്റിക്ക് ഉണ്ട്. സാലറി, ബെനിഫിറ്റ്, ഫ്രീ വിസ, ഫ്രീ എയർ ടിക്കറ്റ്, ഫ്രീ അക്കോമഡേഷൻ. ഓക്കെ, സോ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സ്, ഇപ്പോൾ നഴ്സസിന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകൾ നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനൊക്കെ വായിച്ച ശേഷം ഫോട്ടോ, അഫിക്സഡ് CV, ആധാർ, പാസ്പോർട്ട്, കോപ്പീസ് ഓഫ് ഡാറ്റ ഫ്ലോ, അതുപോലെ തന്നെ പ്രോമെട്രിക് എക്സാം മാർക്ക് ഷീറ്റ്, ആൾ സർട്ടിഫിക്കറ്റ്സ്. ഇവിടെ ഒരു മെയിൽ ID കൊടുത്തിട്ടുണ്ട് gcc@odepc.in എന്നുള്ളതിൽ നമ്മളിത് അയച്ചു കൊടുക്കുക, സെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫീമെയിൽ നഴ്സസിനാണ് ബിഫോർ 25 മുമ്പ്. ഓക്കെ, അത് നിങ്ങൾ ചെയ്യുക. ഇതാണ് നമ്മൾ ഈ ഒരു നഴ്സസിനുള്ളത്. പിന്നെ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഡോക്ടേഴ്സിനുള്ള വേക്കൻസിയാണ്. രണ്ടിനും സെയിം ഡെഡ് ലൈൻ ആണ് കേട്ടോ വരുന്നത്. ഈ ഒരു ഇവർക്ക് ഡോക്ടേഴ്സിന് വരുന്നത് 30 ആണ് വേക്കൻസികൾ വരുന്നത്. സാലറിയും സെയിം തന്നെ, അതുപോലെ തന്നെയാണ് പറയുന്നത്. നമുക്ക് നെഗോഷിയേഷൻ ചെയ്യാൻ പറ്റും. എക്സ്പീരിയൻസ് മിനിമം 3 years നമുക്ക് ഉണ്ടാവണം. ആൾ സ്പെഷ്യാലിറ്റീസ് പറയുന്നുണ്ട്. ഓക്കെ, ജെൻഡർ നമുക്ക് മെയിൽസിന് ഫീമെയിൽസിന് നമുക്ക് പറ്റും. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ MBBS, MD, FRCS ഓർ MRCP, MD + DNB ഓർ പിന്നെ MS + MCH. ഇതാണ് ക്വാളിഫിക്കേഷൻസ് പറയുന്നത്. ഇതിലേതെങ്കിലും ക്വാളിഫിക്കേഷൻസ്. ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കുക. ഏജ് ലിമിറ്റ് ബിലോ 50 years കേട്ടോ, 50 വയസ്സ് താഴെയുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ആൾ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സെയിം ആണ്. ഫ്രീ ടിക്കറ്റ്, ഫ്രീ വിസ, ഫ്രീ അക്കോമഡേഷൻ സെയിം ഇവരുടെയും. അതേപോലെ തന്നെ ഈ ഒരു CV-ൻ്റെ കാര്യങ്ങളും ആധാറും പാസ്പോർട്ടും ഈ ഒരു കോപ്പീസിൻ്റെ കാര്യങ്ങളും എല്ലാതും ഈ ഒരു gcc@odpc എന്നുള്ളതിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കുക ബിഫോർ 25 മുമ്പ്. ഓക്കെ, സോ ഇതാണ് ഇപ്പോൾ വന്നിട്ടുള്ള വേക്കൻസികൾ. ഇത് രണ്ടും നമ്മളുടെ കേരള ഗവൺമെൻറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് ചെയ്യുന്ന പരിപാടീസാണ്. ഇതിൽ ധാരാളം റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് തന്നെയാണ്. യൂറോപ്പിക്കടക്കം ഒരുപാട് വരാറുണ്ട്. സോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഫീച്ചേഴ്സിൽ വന്ന് നിൽക്കുന്നത് ഇത് രണ്ടുമാണ്. സോ നിങ്ങൾ നഴ്സാണെങ്കിൽ അല്ലെങ്കിൽ ഡോക്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു അവസരം ട്രൈ ചെയ്യുക സൗദിക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. സോ ഞാൻ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക കേട്ടോ. ആവശ്യമുള്ള ആളുകളെല്ലാവരും അപ്ലൈ ചെയ്യുക. ആവശ്യമുള്ളവർക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഓക്കെ, ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം സപ്പോർട്ട് ചെയ്യുക. ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരിക. ഓക്കെ, സോ ഇനി എന്തായാലും ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. And finally, it's me Shyam and this is Wayfarer Insights, and this channel won't disappoint you, and thanks for watching.